കൈകളിലും കാലുകളിലും അസഹ്യമായ വേദന, പുകച്ചിൽ, തരിപ്പ്, മരവിപ്പ് എന്നിവ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഡയബറ്റിക് ന്യൂറോപ്പതി? എല്ലാ ദിവസവും രാവിലെ ലക്ഷക്കണക്കിന് ആളുകൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഷൂസ് ധരിച്ചു പോകും. എന്നാൽ ഒരു ദിവസം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കാലിനടിയിലെ നിലം തിരിച്ചറിയാൻ കഴിയാത്തത് സങ്കൽപ്പിക്കുക. വേദനയില്ല, മുന്നറിയിപ്പില്ല. നിശബ്ദവും അദൃശ്യവുമായ നാഡീക്ഷതം നമ്മുടെ സന്തുലിതാവസ്ഥയെയും ആത്മവിശ്വാസത്തെയും ചിലപ്പോൾ അവയവങ്ങളെയും പോലും പതുക്കെ കവർന്നെടുക്കുന്നു. പ്രമേഹത്തിന്റെ ഏറ്റവും സാധാരണമായതും എന്നാൽ അവഗണിക്കപ്പെടുന്നതുമായ സങ്കീർണതകളിലൊന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോഴേക്കും രോഗം മൂലമുള്ള നാശനഷ്ടങ്ങൾ ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്നതാണ് ഇതിലെ ദുരന്തം. രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ പാദങ്ങളെ മാത്രമല്ല, സ്വാതന്ത്ര്യത്തെയും ജീവിത നിലവാരത്തെയും സംരക്ഷിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ന്യൂറോപ്പതിയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. ഇത് പ്രമേഹ രോഗികളിൽ പകുതിയോളം പേരെ ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. ചിലർക്ക് ഇത് മിതമായേ ബാധിക്കാറുള്ളൂ. പക്ഷേ പലർക്കും ഇത് സ്വയം പരിമിതപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദനയായോ ഒക്കെ അനുഭവപ്പെടാം. അതുകൊണ്ടുതന്നെ ഇതിന്റെ ശരിയായ രോഗനിർണയത്തിന് സമഗ്രമായ ക്ലിനിക്കൽ, ന്യൂറോളജിക്കൽ പരിശോധനകൾ ആവശ്യമാണ്. ന്യൂറോപ്പതി ഉണ്ടാക്കുന്ന മറ്റസുഖങ്ങളുണ്ട് എന്നും ഉറപ്പേണ്ടതുണ്ട്. പ്രമേഹ ന്യൂറോപ്പതി നിയന്ത്രിക്കാവുന്നതാണ്. അനിയന്ത്രിതമായ പ്രമേഹത്തിന്റെ ഗുരുതരമായ സങ്കീർണതയാണ് പ്രമേഹ ന്യൂറോപ്പതി. ഉയർന്ന ബ്ലഡ് ഷുഗർ ശരീരത്തിലുടനീളമുള്ള നെർവ് ഫൈബറുകളെ കാലക്രമേണ നശിപ്പിക്കും. ഞരമ്പുകൾക്ക് വേണ്ടത്ര രക്തം ലഭിക്കാത്ത പ്രതിഭാസം ന്യൂറോണൽ ഇസ്കീമിയ പ്രമേഹ ന്യൂറോപ്പതിയുടെ ഒരു സ്വഭാവവിശേഷമാണ്. ഉയർന്ന അളവിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് ഞരമ്പുകൾക്ക് നേരിട്ട് ആഘാതം സൃഷ്ടിച്ചേക്കാവുന്നതുമാണ്. പ്രമേഹ ന്യൂറോപ്പതിയിൽ കലാശിച്ചേക്കാവുന്ന മാക്രോവാസ്കുലർ അവസ്ഥകൾക്ക് പുറമെ ഞരമ്പുകൾ വിതരണം ചെയ്യുന്ന ചെറിയ രക്തക്കുഴലുകൾ, വാസ നെർവോസ പരിക്കു മൂലമാണ് ഈ അവസ്ഥകൾ ഉണ്ടാകുന്നത്. പ്രമേഹ പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളിൽ ഇവയുൾപ്പെടാം. ബാധിച്ച ഞരമ്പുകളെ ആശ്രയിച്ച് തരിപ്പ്, മരവിപ്പ്, തീവ്രമായതോ അല്ലെങ്കിൽ ദീർഘകാലമായുള്ളതോ ആയ മരവിപ്പ്, പിന്നെ സ്ഥിരമെന്നു വരാം. പുകച്ചിലെടുക്കുന്നതുപോലെയുള്ള പ്രതീതി, പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ. വേദന, പാദങ്ങളിൽ ഞരമ്പുകൾ തകരാറാകുന്നത് കാൽ സംവേദനം നഷ്ടപ്പെടുന്നതിനിടയാക്കും. സംവേദനത്തിന്റെ അഭാവം മൂലം കാലിലെ പരിക്കുകളും വ്രണങ്ങളും തിരിച്ചറിയാൻ കഴിയാതെ വരും. ചില ആളുകളിൽ ഈ ലക്ഷണങ്ങൾ തീവ്രത കുറഞ്ഞായിരിക്കും കാണിക്കുക. എന്നാൽ മറ്റു ചിലർക്ക് പ്രമേഹ ന്യൂറോപ്പതി വളരെ വേദനാജനകവും വിഷമകരവുമാകാം. അവരെ കർമ്മരഹിതരാക്കാം. പെരിഫറൽ ന്യൂറോപ്പതിയുടെ സങ്കീർണതകൾ കുറയ്ക്കാൻ താഴെ പറയുന്നവ ശീലിക്കാം. വേണ്ടിവന്നാൽ ഒരു പാദവിദഗ്ധനെ സന്ദർശിക്കുക. കാലും കാൽപാദങ്ങളും ദിവസവും പരിശോധിക്കുക. പാദങ്ങൾ വരണ്ടതാണെങ്കിൽ ലോഷൻ പുരട്ടുക. നഖങ്ങളുടെ പരിചരണം നിർബന്ധമാക്കുക. ശരിയായി യോജിച്ച പാദരക്ഷകൾ ധരിക്കുക. കാലിന് പരിക്കേൽക്കാതിരിക്കാൻ എല്ലായ്പ്പോഴും അവ ധരിക്കുക. ഇനി പറയുന്ന ലക്ഷണങ്ങളെ സൂക്ഷിക്കാം. കാഴ്ചയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, സന്തുലിതാവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഡിസൻസ്തേസിയ, ശരീരഭാഗത്തിന് സംഭവിക്കുന്ന അസാധാരണമായ സംവേദനം, അതിസാരം, ഇംപോർട്ടൻസ്, രതിമൂർച്ചയിലെത്താൻ ബുദ്ധിമുട്ട്, അനോർഗാസ്മിയ, റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ പുരുഷന്മാരിൽ, അമിതമായ മൂത്രശങ്ക അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്, മൂത്രസഞ്ചിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു, മുഖം, വായ, കൺപോളകൾ എന്നിവ തൂങ്ങിപ്പോകുന്നു, മാസുകളുടെ ബലഹീനത, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, സംസാരശേഷി കുറയുകയും ചെയ്യുന്നു, ഫസിക്കുലേഷൻ, പേശികളുടെ സങ്കോചങ്ങൾ. പ്രമേഹമുള്ള ആർക്കും ന്യൂറോപ്പതി ഉണ്ടായെന്നു വരാം. എന്നാൽ ഈ ഘടകങ്ങൾ നാഡികളുടെ തകരാറിനിടയാക്കുന്നു. അപകടകരമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാഡികളുടെ തകരാറുൾപ്പെടെയുള്ള പ്രമേഹത്തിന്റെ എല്ലാ സങ്കീർണതകൾക്കും ഏറ്റവും വലിയ അപകടകരമായ ഘടകമാണ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം. നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നന്നായി നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രമേഹ ന്യൂറോപ്പതിയുടെ അപകടം കാര്യമായി തന്നെ വർദ്ധിച്ചുവരാം. പ്രമേഹം വൃക്കകൾക്ക് നാശമുണ്ടാക്കും. ഇത് രക്തത്തിലെ വിഷവസ്തുക്കളെ വർദ്ധിപ്പിക്കുകയും നാഡികളുടെ തകരാറിന് കാരണമാവുകയും ചെയ്യും. ബോഡി മാസ് ഇൻഡിക്കേറ്റർ BMI 24-ൽ കൂടുതലുള്ളത് പ്രമേഹ ന്യൂറോപ്പതി വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പുകവലി ധമനികളെ സങ്കുചിതമാക്കുന്നു, കഠിനമാക്കുന്നു. ഇത് കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നു. ഇത് മുറിവുകളെ സുഖപ്പെടുത്തുന്നത് കൂടുതൽ പ്രയാസമാക്കുകയും പെരിഫറൽ ഞരമ്പുകളുടെ സമഗ്രതയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ചികിത്സ എപ്രകാരമെന്ന് നോക്കാം. കാലക്രമേണ പ്രമേഹത്തെ നന്നായി നിയന്ത്രിക്കുന്നത് പ്രമേഹ ന്യൂറോപ്പതിയെ ചികിത്സിക്കുന്നതിന്റെ താക്കോലാണ്.
ന്യൂറോപ്പതിക്ക് ചികിത്സയൊന്നുമില്ല, എന്നാൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ ടാർഗറ്റ് പരിധിയിൽ നിലനിർത്തുന്നത് ലക്ഷണങ്ങൾ കുറയ്ക്കുകയും അവ വഷളാകുന്നത് തടയുകയും ചെയ്യും. വേദന കുറയ്ക്കുവാനായി നാഡികൾക്കുള്ള ചില പ്രത്യേക വേദനാ സംഹാരികളോ ക്രീമുകളോ ഉപയോഗിക്കാവുന്നതാണ്. നാഡികളുടെ പ്രവർത്തനവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനുള്ള മരുന്നുകളും നിർദ്ദേശിക്കാറുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ ആരംഭിക്കുന്നത് മികച്ച ഫലം നൽകുന്നു. ഏതു മരുന്ന് ഏതളവിൽ കഴിക്കണം എന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഇത് സ്ട്രിക്ട്ലി ന്യൂറോ സ്പെഷ്യലിസ്റ്റിന്റെയും പ്രമേഹ വിദഗ്ധന്റെയും മേൽനോട്ടത്തിൽ മാത്രമേ എടുക്കാവൂ. ആളുകൾ ചിലപ്പോൾ ഗൂഗിളിൽ തിരഞ്ഞ് വിഷാദം അല്ലെങ്കിൽ ഫിറ്റിനുള്ള മരുന്നുകൾ ന്യൂറോപ്പതിക്ക് തെറ്റായി നൽകിയിട്ടുണ്ട് എന്ന് സ്വയം തീരുമാനിക്കുന്നു. അതിനാൽ ഈ മരുന്നുകൾ ഉപദേശപ്രകാരം എടുക്കില്ല. അതിനാൽ ശരിയായ ചികിത്സയുടെ അഭാവം കാരണം വളരെ കാലം വേദന അനുഭവിക്കേണ്ടി വരുന്നു. ഈ മരുന്നുകളുടെ ന്യൂറോപ്പതി അളവ് അതിന്റെ മറ്റ് സൂചനകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കണം. കൂടാതെ ഈ മരുന്നുകൾ തൃപ്തികരമായ ആശ്വാസമുണ്ടാക്കാൻ വളരെയധികം സമയമെടുക്കും. അക്യുപങ്ക്ചർ, ബയോഫീഡ്ബാക്ക് തുടങ്ങിയ കോംപ്ലിമെന്ററി ചികിത്സകൾ പരീക്ഷിക്കാം. വ്യായാമങ്ങൾ, സ്ട്രെച്ചിംഗ്, മസാജ് തുടങ്ങിയ ഫിസിക്കൽ തെറാപ്പികൾ പരീക്ഷിക്കാം. ചൂടോ ഐസോ എന്നിവ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക. ന്യൂറോപ്പതി താപനിലയിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടാക്കും. ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ ടെൻസ്, ചർമ്മത്തിലെ നാഡീയറ്റങ്ങളിൽ വൈദ്യുതിയുടെ ഹ്രസ്വമായ പൾസ് പ്രയോഗിച്ച് വേദന കുറയ്ക്കുന്ന ഒരു തരം തെറാപ്പിയാണ്. ഓർത്തുവയ്ക്കുക, പ്രമേഹ ന്യൂറോപ്പതിയെ തടയുന്നതിന് ഏറ്റവും നല്ല മാർഗം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോർമലായി നിലനിർത്തുക എന്നതാണ്. അളവ് സ്ഥിരമായി നിലനിർത്തുന്നത് നാഡികളെ സംരക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ അധ്യായത്തിലൂടെയും നമ്മുടെ പാദങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നു. അവ നമ്മളോട് സംസാരിക്കുന്നത് നിർത്തുന്നതുവരെ കാത്തിരിക്കരുത്. പ്രമേഹ ന്യൂറോപ്പതി നിശബ്ദമാണ്, പക്ഷേ അതിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. നാഡികളെ സംരക്ഷിക്കുക, പ്രമേഹം നിയന്ത്രിക്കുക. ഏറ്റവും ചെറിയ മുന്നറിയിപ്പടയാളം പോലും ഒരിക്കലും അവഗണിക്കരുത്. ഇന്ന് നമ്മൾ സൂക്ഷിക്കുന്ന ഓരോ ചുവടും ആരോഗ്യകരമായ നാളെയിലേക്കുള്ള ചുവടുവെപ്പാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ പ്രമേഹത്തെ വിജയകരമായി തടയാനും നിയന്ത്രിക്കാനും കഴിയും. ഡോക്ടർ അരുൺ ഓമൻ, ന്യൂറോസർജൻ.